ദൈവനാമത്തിന് മഹത്വം. ഇസ്രായേലും സഭയും എന്ന നമ്മുടെ ഈ ചാപ്റ്ററിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഒന്ന്, ആദ്യമായിട്ട് രണ്ട് പ്രയോഗങ്ങൾ, ലോകസ്ഥാപനത്തിന് മുന്നമേ, ലോകസ്ഥാപനം മുതൽ, അതുപോലെ തന്നെ പുതിയ നിയമസഭ എന്ന മർമ്മം. ഈ രണ്ട് വിഷയങ്ങളുമാണ് ഇസ്രായേലും സഭയും എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി അതോടനുബന്ധിച്ച് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് തുടർന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അത് സഭയും ആത്മീക ഇസ്രായേലും എന്ന ഒരു തലക്കെട്ടിൽ നമുക്കത് പരിശോധിക്കാം. സഭയും ആത്മീക ഇസ്രായേലും. അപ്പോൾ ആരാണ്, അല്ലെങ്കിൽ എന്താണ് ആത്മീക ഇസ്രായേൽ? ആത്മീക ഇസ്രായേൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ, വളരെ ജാഗ്രതയോടെ നമ്മൾ പഠിക്കാൻ ആവശ്യമുണ്ട്. കാരണം സഭ ആത്മീക ഇസ്രായേലാണെന്നും, അല്ലെങ്കിൽ ആത്മീക ഇസ്രായേലിൻ്റെ തുടർച്ചയാണ് സഭ എന്നൊക്കെയുള്ളതായ വചനവിരുദ്ധമായ, വചനത്തിന് അന്യമായിരിക്കുന്ന ഉപദേശങ്ങൾ, അധ്യാപനങ്ങൾ നമ്മുടെ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മീക ഇസ്രായേൽ, സഭയും ആത്മീക ഇസ്രായേലും എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ശരിയായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്കത് മനസ്സിലാക്കാം. എന്താണ് ആത്മീക ഇസ്രായേൽ? ആദ്യം നമുക്ക് ആത്മീക ഇസ്രായേലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്താണ് ആത്മീക ഇസ്രായേൽ? എന്താണ് ആത്മീക ഇസ്രായേൽ എന്ന് ചോദിക്കുമ്പോൾ, ആത്മീക ഇസ്രായേൽ എന്നൊരു ടെർമിനോളജി നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കില്ല. പഠന സൗകര്യത്തിനായിട്ട് വേദപഠിതാക്കൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ആത്മീക ഇസ്രായേൽ എന്നുള്ളത്. എന്നാൽ ആ ഉപദേശം, അങ്ങനെ ഒരു ഉപദേശം നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ആത്മീക ഇസ്രായേൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒന്ന് പഠിക്കാം. നമ്മൾ വചനം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജാതിയെ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ജഡപ്രകാരമുള്ള ഇസ്രായേൽ, ആത്മീക ഇസ്രായേൽ. ഇസ്രായേൽ ജാതിയിൽ തന്നെയുള്ള ഒരു വിഭജനമാണ് ജഡപ്രകാരമുള്ള ഇസ്രായേൽ, ആത്മീക ഇസ്രായേൽ. ഓർക്കുക, ഇസ്രായേൽ ജാതിയെയാണ് നമ്മൾ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിക്കുന്നത്. ജഡപ്രകാരമുള്ള ഇസ്രായേലും ഉണ്ട്, ആത്മീക ഇസ്രായേലുണ്ട്. അതായത് ഇസ്രായേൽ എന്ന ജാതിയിൽ, ആ ജാതിയെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ജഡപ്രകാരമുള്ള ഇസ്രായേലും ആത്മീക ഇസ്രായേലും, ഇത് രണ്ടും ചേരുന്നതാണ് ഇസ്രായേൽ ജാതി. അപ്പോൾ അതിന് ആധാരമായിട്ടുള്ള ചില തെളിവുകളും ചില ന്യായവാദങ്ങളും നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് പരിശോധിക്കാം. റോമാലേഖനം 9-ാം അധ്യായം. ഈ വരും ദിവസങ്ങളിലെ നമ്മുടെ പഠനങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ ഊന്നി നിൽക്കാൻ പോകുന്ന 3 അധ്യായങ്ങളാണ് റോമർ 9, 10, 11. പ്രാരംഭമായിട്ട് ഈ ആത്മീക ഇസ്രായേൽ, ജഡപ്രകാരമുള്ള ഇസ്രായേൽ, ഇത് തമ്മിലുള്ളതായിരിക്കും, ഇത് രണ്ടും ഇസ്രായേലിനകത്ത് തന്നെയുള്ള, ഇസ്രായേൽ ജാതിക്കകത്തുള്ളതായിരിക്കുന്ന വിഭജനമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വാക്യം വായിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. റോമർ 9-ന്റെ 6 മുതൽ 8 വരെ. ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ചവരെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ദയവായി നിങ്ങളത് ശ്രദ്ധിക്കുക. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാചകങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഒന്ന്, അബ്രഹാമിൻ്റെ സന്തതികളെല്ലാം അബ്രഹാമിൻ്റെ മക്കളല്ല. 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല.
അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രയോഗം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അബ്രഹാമിൻ്റെ സന്തതികളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളല്ല. ഇത് ബൈബിളാണ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമായതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. അബ്രഹാമിൻ്റെ സന്തതികളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളല്ല എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? നമ്മൾ അബ്രഹാമിൻ്റെ കുടുംബം നമ്മൾ നോക്കിയാൽ, അബ്രഹാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, അബ്രഹാമിന് ഹാഗാറിൽ ജനിച്ച ഒരു മകനുണ്ട്. ഹാഗാറിൽ ജനിച്ച മകൻ, എന്താണ് അവൻ്റെ പേര്? ഇഷ്മായേൽ. അത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. അബ്രഹാമിന് ഹാഗാറിൽ ജനിച്ച മകൻ. അതുപോലെ തന്നെ അബ്രഹാമിന് കെതൂറയിൽ ജനിച്ച മക്കളുണ്ട്. കെതൂറയിൽ ജനിച്ച 6 മക്കളെക്കുറിച്ച് ഉൽപ്പത്തി 25-ൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ഷൂവഹ്. ഇങ്ങനെ അബ്രഹാമിന് കെതൂറയിൽ ജനിച്ച 6 മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അബ്രഹാമിൻ്റെ വെപ്പാട്ടികളുടെ മക്കൾ, ഉൽപ്പത്തി 25-ൻ്റെ 6-ൽ അബ്രഹാമിൻ്റെ വെപ്പാട്ടികളുടെ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, അബ്രഹാമിൻ്റെ സന്തതികളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളല്ല എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ഹാഗാറിൽ ജനിച്ച മകനുണ്ട് ഇഷ്മായേൽ, അബ്രഹാമിന് കെതൂറയിൽ ജനിച്ച 6 മക്കളുണ്ട്, അബ്രഹാമിന് വെപ്പാട്ടികളുടെ മക്കളുണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി എന്ന നാമത്തിനർഹർ ആരാണെന്ന് ചോദിച്ചാൽ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരാണ്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരാണ്. റോമർ 9-ൽ അങ്ങനെയാണ് വായിക്കുന്നത്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അത് ഉൽപ്പത്തി 21-ൻ്റെ 12-ൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക, ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എല്ലാവരും അബ്രഹാമിൻ്റെ മക്കളല്ല എന്ന് പറയുവാൻ കാരണം ഇസഹാക്കിൽ നിന്ന് ജനിച്ചവരെ മാത്രമാണ് അബ്രഹാമിൻ്റെ സാക്ഷാൽ സന്തതിയായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൽ നിന്ന് ജനിച്ചവരെല്ലാം അബ്രഹാമിൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞാൽ ഹാഗാറിൽ ജനിച്ച മകനായിക്കൊള്ളട്ടെ, കെതൂറയിൽ ജനിച്ച മക്കളായിക്കൊള്ളട്ടെ, വെപ്പാട്ടിയിൽ ജനിച്ച മക്കളായിക്കോട്ടെ, അവരെല്ലാം നിൽക്കുമ്പോൾ തന്നെ തിരുവെഴുത്ത് പറയുകയാണ്, ഇസഹാക്കിൽ നിന്നുള്ളവരത്രേ നിൻ്റെ സാക്ഷാൽ സന്തതികൾ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം അബ്രഹാമിൻ്റെ മക്കളല്ല, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളല്ല എന്ന് പറയുവാനുള്ള കാരണം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരെയാണ് അബ്രഹാമിൻ്റെ സന്തതികളെന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ആ ആശയം വ്യക്തമാണ്. ഇനി അവിടെ മറ്റൊന്ന്, റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച 6-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേല്യർ അല്ല. എന്താണ് അതിൻ്റെ ആശയം? ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യരല്ല, അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തിൻ്റെ, ആ വാക്യത്തിൻ്റെ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലരല്ല എന്നതിൻ്റെ 2 വ്യത്യസ്ത പരിഭാഷ ഞാനൊന്ന് വായിക്കാം. മലയാളം കണ്ടംപററി വേർഷൻ ഇങ്ങനെയാണ്, ഇസ്രായേല്യ വംശത്തിൽ ജനിച്ചവരെല്ലാം യഥാർത്ഥ ഇസ്രായേലർ ആകുന്നില്ല. ഇനി POC വേർഷൻ വായിച്ചാൽ, ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. അപ്പോൾ ഇസ്രായേൽ ജാതിക്കകത്തുള്ള കൃത്യമായ ഒരു വിഭജനത്തെ നമ്മളിവിടെ കാണുന്നത്. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലരല്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജാതിക്കകത്തുള്ളൊരു വിഭജനമാണതെന്ന് പറയുവാനായിട്ട് റോമാലേഖനം തന്നെ 2-ാം അധ്യായത്തിലേക്ക്, അല്പം പുറകിലേക്ക് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 28-29 വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം, എങ്കിലും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 28-29 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ പുറമേ യഹൂദനായവൻ, അകമേ യഹൂദനായവൻ, 2 കൂട്ടം, 2 വിധത്തിലുള്ള യഹൂദന്മാരെ നമുക്കിവിടെ കാണാം. നമ്മൾ റോമാലേഖനം 9-ാം അധ്യായത്തിൽ വായിച്ചത് ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യരല്ല. അതെന്താണ്? അത് ഞാൻ ഓർപ്പിച്ചു, അത് ഇസ്രായേൽ ജാതിക്കകത്തുള്ള വിഭജനമാണെന്ന് പറയുവാനുള്ള കാരണം റോമാലേഖനത്തിൽ തന്നെ ധാരാളം ഭാഗങ്ങൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. ഇവിടെ ഈ അകമേ യഹൂദനായവൻ എന്ന് പറയുന്നത് ജാതികളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെയാണ് എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭോഷത്വമാണ്, മൂഢത്വമാണ്. ഈ കോട്ടിങ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയും. കോണ്ടെക്സ്റ്റിന് വെളിയിൽ, അതായത് ഒരു വാക്യം എടുത്തിട്ട്, ഒരു ഭാഗം എടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റുമായിട്ടൊരു ബന്ധമില്ലാത്ത നിലയിൽ അതിന് വ്യാഖ്യാനിക്കുക.
ഇത് ഈ ഭാഗം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ, അതായത് പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. ഇത് ആരോടാണ് പറയുന്നത്? ഇത് രണ്ടും, പുറമേ യഹൂദനായവനെന്നും അകമേ യഹൂദനായവനെന്നും ആരോടാണ് പറയുന്നത്? അതിൻ്റെ 17-ാമത്തെ വാക്യം, റോമർ 2:17, നീയോ യഹൂദനെന്ന് പേരുകൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ അവരോട് പറയുകയാണ്. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ, യഹൂദ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് സംസാരിക്കുന്നത്. ഒരിക്കലും ജാതികളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്. നീയോ യഹൂദനെന്ന് പേരുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രശംസിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ച് അവരോട് പറയുകയാണ്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവനത്ര യഹൂദൻ. എന്താ അതിൻ്റെ ആശയം? കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം 47-ാമത്തെ വാക്യം, നദനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് യേശു അവനെക്കുറിച്ച് പറഞ്ഞു. ബിഹോൾ ട്രൂലി ആൻ ഇസ്രായേലിറ്റ്. അപ്പം നദനയേലിനെ കണ്ടപ്പോൾ പറയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനാണ് യഥാർത്ഥ ഇസ്രായേല്യൻ. അതെന്താ നദനയേലിനെ ചൂണ്ടി അങ്ങനെ പറഞ്ഞത്? യഥാർത്ഥ ഇസ്രായേലിനെന്ന്, അവനിൽ കപടമില്ല എന്ന് അതോട് ചേർത്ത് കർത്താവ് പറയുന്നുണ്ട്. ഇനി അത് അല്പം കൂടെ വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് യഹൂദ ജാതിയിൽ തന്നെയുള്ള വിഭജനമാണ്. ജാതികളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെ അല്ല അകമേ യഹൂദനായവൻ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നദനയേലിനെ വിളിക്കുന്നത് സാക്ഷാൽ ട്രൂലി ആൻ ഇസ്രായേലിറ്റ്, സാക്ഷാൽ ഇസ്രായേലിറ്റ് എന്നാണ് നദനയേലിനെ വിളിക്കുന്നത്. ഇനി കർത്താവ് ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ പ്രബോധനങ്ങളെ അവഗണിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പഠിപ്പിച്ചത്? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളൊന്ന് പരിശോധിക്കണം. യോഹന്നാൻ 8-ന്റെ 33 മുതൽ 44 വരെ. അത് വലിയൊരു വേദഭാഗമായതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. അവിടെ നിന്ന് വളരെ അത്യാവശ്യമായ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ 8-ന്റെ 33 ആദ്യം വായിക്കുന്നു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, യഹൂദന്മാർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ? കർത്താവിനെ ചോദ്യം ചെയ്യണം. കർത്താവിനോട് ചോദിക്കുകയാണ് യഹൂദന്മാർ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി. നമ്മളത് ആ സന്തതി എന്നതിന് അബ്രഹാം സീഡ്, സ്പെർമ എന്നുള്ളതായിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. വിത്ത് എന്നാണ്. ഈ സ്പെർമ എന്ന വാക്ക് 44 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 43 പ്രാവശ്യവും സീഡ്, വിത്ത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ചവർ, അബ്രഹാമിൻ്റെ വിത്ത്, അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി എന്താ? അതിൻ്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ 8:37 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ദാറ്റ് യു ആർ അബ്രഹാം സീഡ്. എനിക്കതറിയാം, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു. അത് നിഷേധിച്ചില്ല. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാമിൻ്റെ സീഡാണ്, അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ചവനാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് 39-ാം വാക്യത്തിൽ വീണ്ടും ഈ യഹൂദന്മാർ, ഇതേ ആളുകൾ കർത്താവിനോട് പറയുകയാണ്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതെ, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എന്നാൽ അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നു എങ്കിൽ, അബ്രഹാമിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയുകയാണ് 40-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ യഹൂദന്മാർ അബ്രഹാമിൻ്റെ സന്തതികളാണ്, പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ട് അവർ അബ്രഹാമിൻ്റെ മക്കളല്ല. ഒന്നുകൂടെ പറയാം, യഹൂദന്മാർ അബ്രഹാമിൻ്റെ മക്കളാണ്. ഈ സംസാരിക്കുന്ന യഹൂദന്മാർ അബ്രഹാമിൻ്റെ മക്കളാണ്, സന്തതികളാണ്, ക്ഷമിക്കണം, ഈ സംസാരിക്കുന്ന യഹൂദന്മാർ അബ്രഹാമിൻ്റെ സന്തതികളാണ്. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ട് അവർ അബ്രഹാമിൻ്റെ
മക്കളല്ല. ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ അബ്രഹാമിൻ്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു. ഇതാ കർത്താവ് ഇവിടെ പറയുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം, വിശ്വാസം എന്ന പദത്തിൻ്റെ ഫസ്റ്റ് മെൻഷൻ, വിശ്വാസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ്. അത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിലാണ്. ബൈബിളിൽ അവിടെയാണ് വിശ്വാസം എന്ന വാക്ക് ആദ്യമായിട്ട് കാണുന്നത്. ഈ ഫസ്റ്റ് മെൻഷൻ പ്രിൻസിപ്പിൾ വ്യാഖ്യാന ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിശ്വാസം എന്ന പദം ബൈബിളിൽ ആദ്യമായിട്ട് അബ്രഹാമിനോട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അബ്രഹാമിനോട് ബന്ധപ്പെടുത്തിയാണ്. ആ വാക്യം ഉൽപ്പത്തി 15-6 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇത് ഈ 15-ാം അധ്യായത്തിൽ അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണ് ഈ സംഭവം. 17-ാം അധ്യായത്തിലാണ് പരിച്ഛേദന ഏൽക്കുന്നത്. എന്നാൽ 15-ാം അധ്യായത്തിൽ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള സത്യം പറയുന്നത്. അഗ്രചർമ്മി ആയിരിക്കുമ്പോൾ തന്നെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഈ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാണ്. യോഹന്നാൻ 8:40 നമ്മൾ വായിക്കുന്നു, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. അപ്പോൾ സത്യം സംസാരിക്കുന്നവനെ കൊല്ലുവാൻ നോക്കുന്ന യഹൂദർ, സത്യം സംസാരിച്ചത് കൊണ്ടാണ് യേശുവിനെ കൊല്ലുവാൻ നോക്കിയത്. അബ്രഹാം അങ്ങനെ സത്യം സംസാരിക്കുന്നവരെ കൊല്ലുവാൻ നോക്കിയിട്ടില്ല. അബ്രഹാം വിശ്വാസിയായിരുന്നു. അബ്രഹാമിൽ അങ്ങനെ ഒരു പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നിട്ട് കർത്താവ് വീണ്ടും വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. 8:41 യോഹന്നാൻ 8:41 കർത്താവ് പറയുന്നു, നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു. 44-ാം വാക്യം, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു. വളരെ വ്യക്തമാണ്. ആരാണ് യഥാർത്ഥ ഇസ്രായേല്യൻ, ആരാണ് ആത്മീക ഇസ്രായേൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡപ്രകാരം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കുകയും അതേസമയം അബ്രഹാമിലുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായിരിക്കുന്ന യഹൂദന്മാരാണ് യഥാർത്ഥ ഇസ്രായേൽ. അതുകൊണ്ടാണ് നഥനയേലിനെ കണ്ടപ്പോൾ ട്രൂലി ആൻ ഇസ്രായേൽ, ബിഹോൾഡ് ട്രൂലി ആൻ ഇസ്രായേൽ, ഇതാ യഥാർത്ഥ സാക്ഷാൽ ഇസ്രായേലിൻ. അപ്പോൾ ആരാണ് ആത്മീക ഇസ്രായേൽ, ആരാണ് യഥാർത്ഥ ഇസ്രായേലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡപ്രകാരം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കുകയും അബ്രഹാമിലുണ്ടായിരുന്ന വിശ്വാസത്തെ പിന്തുടരുന്നവരുമായിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഇസ്രായേലിൻ. അവരെയാണ് ആത്മീക ഇസ്രായേൽ എന്ന് തിരുവെഴുത്ത് വിവക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പഠന സൗകര്യത്തിനായിട്ട് നമ്മൾ പറയുന്നത് ആ ആളുകളെയാണ്. പുറമേ യഹൂദനായവനല്ല യഥാർത്ഥ യഹൂദൻ. ആരാണ് യഥാർത്ഥ യഹൂദൻ? അകമേ ഹൃദയപരിച്ഛേദന സംഭവിച്ച അബ്രഹാമിൻ്റെ ഹൃദയപരിച്ഛേദന, അല്ലെങ്കിൽ അബ്രഹാമിലുണ്ടായിരുന്ന വിശ്വാസം ഉള്ളതായിരിക്കുന്ന യഹൂദന്മാരാണ് യഥാർത്ഥ യഹൂദന്മാർ. ഈ സത്യം വീണ്ടും കൂടുതൽ വിശദീകരിച്ച് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് അത് അല്പം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ ആവശ്യമുള്ളൊരു ഭാഗമാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പൗലോസ് വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് റോമാലേഖനം തന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-12 വാക്യങ്ങൾ, റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് പൗലോസ് കൊടുക്കുന്ന വിശദീകരണങ്ങളൊന്ന് വായിക്കാം. റോമർ 4:11-12. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കെടുപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദന മാത്രമുള്ളവരല്ല, ശ്രദ്ധിക്കണം, പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. വളരെ വ്യക്തമായിട്ട്, വളരെ ലളിതമായിട്ട്, ഊഹാപോഹങ്ങൾക്ക് ഇടം കൊടുക്കാതെ വണ്ണം, ആശയക്കുഴപ്പം ഉണ്ടാകാത്ത നിലയിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് ആ കാര്യം അവിടെ സ്ഥാപിക്കുകയാണ്. ഈ റോമാലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാൽ അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർ എന്നൊരു പ്രയോഗമുണ്ട്, പരിച്ഛേദന മാത്രമുള്ളവർ എന്നൊരു പ്രയോഗമുണ്ട്, അബ്രഹാം അഗ്രചർമ്മിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്ന പരിച്ഛേദനക്കാർ. അപ്പോൾ 3 കൂട്ടരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർ, അതാരാണ്? ജാതികൾ. പരിച്ഛേദന മാത്രമുള്ളവർ, അതാരാണ്? ജഡപ്രകാരമുള്ള ഇസ്രായേൽ. അബ്രഹാം അഗ്രചർമ്മിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്ന പരിച്ഛേദനക്കാർ, അവരാണ് ആത്മീക ഇസ്രായേൽ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഉൽപ്പത്തി 25:7 നമ്മളിങ്ങനെ വായിക്കുന്നു, അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരം. 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചത് 75-ാമത്തെ വയസ്സിലാണ്. ഹാരാനിൽ നിന്ന് പുറപ്പെടുന്ന 75-ാമത്തെ വയസ്സിൽ.
മരിക്കുന്നത് 175 വയസ്സിൽ. അപ്പോൾ 75 വയസ്സിൽ ഹാരാനിൽ നിന്ന് വിളി കേട്ട് പുറപ്പെട്ടു, 175 വയസ്സിൽ മരിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് 100 വർഷമാണ്. 75 വർഷം പുറപ്പെട്ടു, 175 വർഷം മരിച്ചു. അപ്പോൾ 100 വർഷമാണ് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം. ഈ വിശ്വാസ ജീവിതത്തെ 2 ഭാഗങ്ങളായിട്ട് ഇവിടെ തിരിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തെ 2 ഭാഗങ്ങളായിട്ട്. ഒന്ന്, ഉൽപ്പത്തി 17:24 നമ്മൾ വായിക്കുന്നു, അബ്രഹാം പരിച്ഛേദന ഏൽക്കുമ്പോൾ അവന് 79 വയസ്സായിരുന്നു. അബ്രഹാം പരിച്ഛേദന ഏൽക്കുമ്പോൾ അവന് 79 വയസ്സായിരുന്നു. വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടത് 75 വയസ്സിൽ. പരിച്ഛേദന ഏൽക്കുന്നത് 99 വയസ്സിൽ. അപ്പോൾ 24 വർഷം അഗ്രചർമ്മത്തോടുകൂടെ വിശ്വസിച്ചു, അഗ്രചർമ്മിയായിട്ട് വിശ്വസിച്ചു. 75 വയസ്സിൽ വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം 99 വയസ്സിലാണ് പരിച്ഛേദന ഏൽക്കുന്നതെന്ന് പറയുമ്പോൾ 24 വർഷം അഗ്രചർമ്മത്തോടുകൂടെ വിശ്വസിച്ചു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, വിശ്വാസമുണ്ട് പക്ഷേ പരിച്ഛേദന ഏറ്റിട്ടില്ല. അഗ്രചർമ്മിയായിട്ട് 24 വർഷം വിശ്വാസിയായിട്ടിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചാണ് റോമർ 4:11 പൗലോസ് പറയുന്നത്, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായിട്ടാണ് പരിച്ഛേദന എന്ന അടയാളം അവന് കൊടുത്തത്. അതെന്തിനാണ്? അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് നീതി കണക്കെടുപ്പെടുവാൻ. അബ്രഹാമിൻ്റെ ഈ 24 വർഷം ജാതികളെ പ്രതിനിധീകരിക്കുന്നു, വിശ്വാസികളായ ജാതികളെ പ്രതിനിധീകരിക്കുന്ന കാലമാണ് 24 വർഷം. കാരണം പരിച്ഛേദന ഏറ്റിട്ടില്ല, അഗ്രചർമ്മിയാണ്, പക്ഷേ വിശ്വാസമുണ്ട്. എന്നാൽ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പരിച്ഛേദന ഏറ്റ 99 വയസ്സ് മുതൽ മരിച്ച 175 വയസ്സ് വരെ 76 വർഷം വിശ്വാസവും ഉണ്ട്, പരിച്ഛേദനയുണ്ട്. അപ്പോൾ ആദ്യത്തെ 24 വർഷം വിശ്വാസമുണ്ട്, പരിച്ഛേദനയില്ല. രണ്ടാമത്തെ 76 വർഷം വിശ്വാസമുണ്ട്, പരിച്ഛേദനയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് റോമർ 4:12 പറയുന്നത്, താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായിരിക്കുന്ന പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ താൻ അവർക്ക് എല്ലാവർക്കും പിതാവാണ്. ആർക്ക്? അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്ന ജാതികൾക്കും അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുഗമിക്കുന്ന പരിച്ഛേദനക്കാർക്കും ഇസ്രായേൽക്കാർക്കും. ഇവർ മാത്രമാണ്. അതായത് ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുഗമിക്കുന്ന പരിച്ഛേദനക്കാരാണ്, അബ്രഹാമിലുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്ന പരിച്ഛേദനക്കാരെയാണ് ആത്മീക ഇസ്രായേൽ അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലരല്ല എന്ന് പറയുവാനുള്ള കാരണം. അപ്പോൾ ആരാണ് ആത്മീക ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ, ആരാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ, ജഡപ്രകാരം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കുകയും അതേ സമയത്ത് അബ്രഹാമിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ പിന്തുടരുന്നവരുമായിരിക്കുന്ന പരിച്ഛേദനക്കാർ. അവരെയാണ് പഴയ നിയമ വിശ്വാസികളെന്ന് പൊതുവെ വ്യവഹരിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ ആ ഭാഗം അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ വളരെ വ്യക്തമായ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസ് 16:23-24 ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. എന്നിട്ട് 24-ാമത്തെ വാക്യത്തിൽ, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കിയിട്ട് അബ്രഹാം പിതാവ്, രണ്ടുപേരും യഹൂദന്മാരാണ്. ലാസറും യഹൂദനാണ്, ധനവാനും യഹൂദനാണ്. അതുകൊണ്ടാണ് അബ്രഹാം പിതാവ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ധനവാൻ കിടക്കുന്നത് യാതനാ സ്ഥലത്ത്, ലാസർ കിടക്കുന്നത് അബ്രഹാമിൻ്റെ മടിയിൽ, പറുദീസയിൽ. ഇത് രണ്ടുപേരും, ധനവാൻ ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുമ്പോൾ ലാസർ ആത്മീക ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഡിസ്റ്റിങ്ഷൻ, സഭയും ആത്മീക ഇസ്രായേലും എന്ന വിഷയത്തിൽ ഓർക്കുക. ആത്മീക ഇസ്രായേൽ എന്നാൽ എന്താണ് എന്നാണ് ഇതുവരെ നമ്മൾ വ്യക്തമാക്കിയത്. ആത്മീക ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ, ആത്മീക ഇസ്രായേൽ ആരാണെന്ന് ചോദിച്ചാൽ അവരാണ് യഥാർത്ഥ ഇസ്രായേലർ. അതായത് ജഡപ്രകാരം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കുകയും അബ്രഹാമിലുള്ള വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായിരിക്കുന്ന പരിച്ഛേദനക്കാർ, അനുഗമിക്കുന്നവരായിരിക്കുന്ന ഇസ്രായേൽ, അവരാണ് ആത്മീക ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം, ഈ സഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയാണോ എന്നുള്ളതാണ്. ഈ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയായിട്ടാണോ സഭ വരുന്നത്? അതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഈ നാളുകളിൽ ദൈവം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഈ തിരുവെഴുത്തുകളോട് നീതി പുലർത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.